നമസ്കാരം. ചില കാറുകളിൽ അല്പം ഒരു കാലപ്പഴക്കം ആകുന്ന സമയത്ത് അതിൻ്റെ ഈ ഗ്ലാസ്സുകൾ അല്പം ഒന്ന് ആ, ഉയരാനുള്ള പ്രയാസം പലപ്പോഴും കാണാറുണ്ട്. സർവീസ് സെൻ്ററിൽ നിന്ന് സ്പ്രേ ഒക്കെ അടിച്ചിട്ട് അത് ക്ലിയർ ചെയ്യാറുണ്ട് അത്. പക്ഷേ അത് താൽക്കാലികം മാത്രമാണ്. അത് 2-3 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ ആ ഒരു പ്രശ്നം സോൾവ് ആകുകയും വീണ്ടും അതുപോലെ തന്നെ ഇത് സ്റ്റക്കാവുന്ന പ്രശ്നം വരികയും ചെയ്യും. ഈ വണ്ടിയുടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പൂർണ്ണമായിട്ടും താഴേക്ക് താഴ്ത്തുകയാണ്. മുകളിലേക്ക് ഉയർത്താൻ നോക്കാം. ഉയരില്ല. ഇവിടെ സ്റ്റക്കായിരിക്കുന്ന അവസ്ഥ കാണാം. ഇവിടെ സ്റ്റക്കായിരിക്കും. ഇങ്ങനെയൊക്കെ ഇത് കൈകൊണ്ട് ഇങ്ങനെ വലിച്ച് ഉയർത്തേണ്ട അവസ്ഥയൊക്കെ വരും. ഗ്ലാസ് വൈൻഡർ ചേഞ്ച് ചെയ്യുന്നൊരു വീഡിയോയിൽ മുൻപ് ഇത് അഴിക്കുന്ന വിധം കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വീണ്ടും ആവർത്തിക്കുന്നില്ല. അത് കാണേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് അത് ലിങ്ക് കൊടുത്തേക്കാം, അത് കാണാവുന്നതാണ്. ഇപ്പോൾ ഡോർപാട് അഴിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കിത് കംപ്ലയിൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി വീണ്ടും ഒന്നുകൂടി ഇത് കണക്ട് ചെയ്യണം. അതിന് ശേഷം നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇവിടെ പ്രശ്നം നമുക്ക് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഡോർപാട് അഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഡോർപാട് ഇപ്പോൾ ഗ്ലാസ് പൂർണ്ണമായിട്ട് താന്നിരിക്കുന്ന അവസ്ഥയാണ്. നമുക്കൊന്ന് ഉയർത്തി നോക്കാം. ഉയർത്തുമ്പോൾ എവിടെയാണ് സ്റ്റെക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഈ റണ്ണറിൻ്റെ മുകളിലേക്കുള്ള ഭാഗം എത്തുമ്പോൾ ഗ്ലാസ് ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ താഴേക്കാണ് പ്രശ്നം കാണുന്നത്. ഇവിടെ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെയാണ് പിടുത്തം വരുന്നത്, ഈ ഭാഗത്ത്. അപ്പോൾ നമുക്ക് ഈ ഭാഗം ഈ ചാനൽ നമുക്കൊന്ന് ഊരിയെടുക്കാം. ഈ സൈഡിൽ കാണുന്ന ഈ ഒരു ബോൾട്ടും താഴെയുള്ള ഈ ബോൾട്ട് ഊരിയാൽ നമുക്ക് ഈ ചാനൽ എടുത്ത് മാറ്റാം. അപ്പോൾ അതിന് വേണ്ടി ഗ്ലാസ് ആദ്യം ഉയർത്താം. ഇവിടുന്ന് മുകളിലേക്ക് ഉയർത്തുമ്പോൾ നമുക്ക് സൗണ്ട് മനസ്സിലാവും, ഗ്ലാസ് ഫ്രീ ആയിട്ട് വരുന്നത്. ചാനൽ ഊരി മാറ്റി. ഇനി നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഈ ചാനലിൻ്റെ പ്രശ്നമാണ്. ഈ ചാനൽ ഹാർഡായിട്ട് അതിൻ്റെ ഈ ഒരു ഭാഗം ഹാർഡായിട്ട് സംഭവിച്ച പ്രശ്നമാണ്. ഈ ചാനൽ ഇല്ലാത്ത സമയത്ത് പ്രോപ്പറായിട്ട് ഈ ഗ്ലാസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ചാനൽ ഇല്ലെങ്കിലും പ്രശ്നമാണ്. കാരണം ഈ ഗ്ലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ആവാതെ സഹായിക്കുന്ന ഈ ചാനലാണ്. അപ്പോൾ നമുക്കത് ആവശ്യമാണ്. താൽക്കാലികമായിട്ടൊക്കെ അങ്ങനെ വർക്ക് ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. പെർമനൻ്റ് ആയിട്ട് ചാനൽ വേറെ വാങ്ങി ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ഡോർ സാഷ് ചെക്ക് ചെയ്ത് അറിയാം, നല്ല ചെളിയൊക്കെ പിടിച്ചിട്ട് റെസ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഒരു വലിയ ആക്ഷനൊന്നുമില്ല. ഇപ്പോൾ ഈ ഡോർ സാഷ് നമുക്ക് ഷോപ്പിൽ നിന്ന് പെട്ടെന്ന് കിട്ടുക എളുപ്പമല്ല. അപ്പോൾ ബോട്ട് ബോയിലൊക്കെ ചെക്ക് ചെയ്താൽ കിട്ടാൻ മതി. പക്ഷേ ടൈം എടുക്കും. നമുക്കൊന്ന് വൃത്തിയാക്കി നോക്കാം. എന്നിട്ട് ക്ലിയറായി വർക്ക് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. ആ സമയത്ത് നമുക്ക് പുതിയത് വാങ്ങുന്നവരെയും നമുക്കിത് യൂസ് ചെയ്യാം. ഗ്ലാസ് റണ്ണർ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് സ്മൂത്താക്കാൻ വേണ്ടി അല്പം WD-40 ഒക്കെ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഡോർ സാഷ് ഫിറ്റ് ചെയ്തു. ഇനി നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. വളരെ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ താൽക്കാലികമായിട്ട് നമുക്ക് പുതിയതൊന്ന് കിട്ടുന്നവരത്തേക്ക് ഇത് യൂസ് ചെയ്യാം. ഇനി ഡോർപാട് കൂടി തിരികെ ഫിറ്റ് ചെയ്യാം. ഈ വീഡിയോ ഉപകാരപ്രദമാവും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.